ഒരാളെ കൊണ്ടുവരേണ്ട സമയമായിരിക്കും. നോക്കട്ടെ. പ്രിയനെ കോളേജിൽ പഠിക്കുമ്പോൾ കഥകളൊക്കെ എഴുതി സമ്മാനമൊക്കെ നേടിയ ആളാണ്. അന്ന് ഒരുപാട് വായിക്കുകയും ഒരുപാട് കഥകൾ മനസ്സിലുണ്ടായ ഒരു കഥ ഞാൻ പറയാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരൂ നമുക്ക് എന്തായാലും പോയി പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ഇതിപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ ഇവിടുന്ന് മദ്രാസിലേക്ക് യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് സൈൻ ബോർഡ്സുകൾ കാണാം അല്ലേ. കോയമ്പത്തൂർ 160 കിലോമീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഒരു സൈൻ ബോർഡ് പോലെയേ ഉള്ളൂ. ലാലും ഒരുപക്ഷെ പ്രിയൻ പറഞ്ഞ അതേ ഭാഗമാണ് പറയുന്നത്. അതായത് പല സൈൻ ബോർഡ്സും ഉണ്ട്, ഇത് എവിടെ കൃത്യമായി എത്തുന്നത് പറയാൻ കഴിയില്ല. അല്ല, വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ആകെ ഉണ്ടായിരുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടേതായ ഒരു സിനിമയെക്കുറിച്ചൊരു ധാരണ വ്യക്തമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് നടന്നുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളുടെ മനസ്സിൽ വേറൊരു തരം സിനിമ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് തീർച്ചയായിട്ടും കണ്ടത്. അതായത് ഇപ്പം എൻ്റെ ഒരു കരിയറിലെ ഏറ്റവും വലിയ, അതായത് ഇപ്പം ഒരു ഓപ്പണിംഗ് തന്ന സുരേഷ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കരിയറിനെ ബിൽഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് മോഹൻലാലാണ്. കാരണം 2 കാര്യങ്ങളായിരുന്നു അതിനകത്ത്. ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ലാലിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ലാല് 2-3 സിനിമകളൊക്കെ മോശമായപ്പോൾ പറഞ്ഞു, മേലിൽ ഞാനൊരു സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കാതെ ഒരു സിനിമയും ചെയ്യുന്നില്ല. പിന്നെ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കാര്യം വെച്ചാൽ അപ്പോൾ തോന്നുന്നല്ലേ സിനിമ. പക്ഷേ അതിനകത്തൊരു കാരണമുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിനകത്ത്. അതായത് എനിക്കൊരു വലിയ ഉത്തരവാദിത്വം, എന്നെ വിശ്വസിക്കുന്നതിൻ്റെ പുറത്തുള്ളൊരു എന്താണ് കഥയെന്ന് ചോദിക്കാതെ, എന്താണ് എൻ്റെ റോളെന്ന് ചോദിക്കാതെ, ഇടയ്ക്കൊക്കെ സിനിമ പകുതിയാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, അപ്പോൾ ഇത് വേണ്ട ഞാൻ ഫൈനൽ കോപ്പി കൊണ്ട് മനസ്സിലായിക്കോളാം, ഇതെന്താ പറയേണ്ടത് എന്ന് മാത്രം പറയും. കാര്യം വെച്ചാൽ ഞാൻ ഒരു ധാരണയും ലാലിന് ഒരു സിനിമയെക്കുറിച്ചും കൊടുത്തിട്ടില്ല, ഒരു സിനിമയുടെ കഥയും പറഞ്ഞിട്ടില്ല, ലാൽ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ എനിക്കൊരു വലിയ ഉത്തരവാദിത്വ ബോധം. ഒരിടയ്ക്ക് ലാല് പൊട്ടിത്തെറിച്ചപ്പോൾ പ്രിയന് മനസ്സിലായി. അതെ, ഇല്ല അപ്പോഴും എനിക്കറിയാം ഇങ്ങനെ എൻ്റെ കാര്യം നടക്കുള്ളൂ. പക്ഷെ മറ്റുള്ളവരോടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞത്. അപ്പോൾ പക്ഷെ അതിപ്പോൾ ഒരു പരസ്പര വിശ്വാസമാണ്. അതായത് ഞാൻ ഒരിക്കലും ഒരു ലെറ്റ് ഡൗൺ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. കാര്യം എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരാളെ ആ വിശ്വാസം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ സിനിമകളെ സക്സസ്ഫുൾ ആക്കിയത്.